ഹോസാന ദാവീദിൻ സുതനോസാന ഹോസാന ഹോസാന ദാവീദിൻ സുതനോസാന കർത്താവിൻ തിരുനാമമതിൽ വരുവോനതീവധന്യനുമാ ഇസ്രായേലിൻ നൃപനെന്നും ഉന്നത വിണ്ണിൻ ഹോസാന കർത്താവിൻ തിരുനാമമതിൽ വരുവോനതീവധന്യനുമാ ഇസ്രായേലിൻ നൃപനെന്നും ഉന്നത വിണ്ണിൻ ഹോസാന 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 ദാവീദിൻ സുതനോസാന ഹോസാന ഹോസാന ദാവീദിൻ സുതനോസാന. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, എളിമയുടെ മാതൃക അനുകരിക്കാൻ മനുഷ്യകുലത്തിനായി ഞങ്ങളുടെ രക്ഷകൻ മാംസം ധരിക്കുന്നതിനും കുരിശിലേറുന്നതിനും അങ്ങ് തിരുമനസ്സായല്ലോ. അവിടുത്തെ സഹനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് അതിനർഹരാകുകയും ചെയ്യാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നിന്ന് ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു. എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരേണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും. സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ.
എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും കർത്താവായ യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മഹത്വത്തിൻ രാജാവാ യേശു മഹേശ്വരന് സ്തുതിയും ബഹുമതിയും സ്തോത്രവും എന്നേക്കും. ക്രിസ്തു മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രം. ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. അവൻ്റെ പരിചയക്കാരും ഗലീലിയയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. അവൻ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു, സാബത്തിൻ്റെ ആരംഭവുമായിരുന്നു. ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു. അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചുവെന്നും കണ്ടു. അവർ തിരിച്ചു വന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി. സാബത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. യേശുവേ നിൻ മുൻപിൽ
നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ഏകപുത്രന്റെ പീഡാസഹനം വഴി അങ്ങേക്ക് പ്രീതികരമായി ദിനങ്ങൾ ഞങ്ങൾ സമീപിക്കുകയാണല്ലോ. അതേ സംപ്രീതി ഞങ്ങളുടെ പ്രവൃത്തികളുടെ യോഗ്യതകളാണെങ്കിലും അവിടുത്തെ സമാനത ഏകബലിയായി അങ്ങേ കാരുണ്യത്താൽ മുൻകൂട്ടി ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിരപരാധിയെങ്കിലും അവിടുന്ന് പാപികൾക്ക് വേണ്ടി പീഡകൾ സഹിക്കാൻ തിരുവുള്ളമാകുകയും ദുഷ്ടർക്ക് വേണ്ടി നീതിരഹിതമായ ശിക്ഷാവിധിക്ക് വിധേയനാകുകയും ചെയ്തുവല്ലോ. അവിടുത്തെ മരണം ഞങ്ങളുടെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയുകയും ഉദ്ധാനം വഴി ഞങ്ങൾക്ക് നീതിവൽക്കരണം നേടിത്തരികയും ചെയ്തു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊത്ത് അങ്ങയെ പുകഴ്ത്തുകയും ആനന്ദഘോഷത്തോടെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 പരിശുദ്ധൻ
സൈന്യങ്ങൾ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ കാണിക്കകളെ അങ്ങ് പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി അങ്ങ് മാറ്റണമേ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. മരണം വഹിച്ചു മൃത്യുവിനെ ജയിച്ചു, ഉത്ഥാനം ചെയ്തു നീ ഞങ്ങൾക്കു ജീവനേകി. തവ മഹിമ പ്രതാപമോടെ. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിന് അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുനാഥൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആൻ്റണി മുല്ലശ്ശേരി മെത്രാനോടും
വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രതിസംസ്കൃതിയുടെ മുന്നണി പോരാളിയായിരുന്ന യേശുനാഥൻ പ്രാർത്ഥനയുടെ കാര്യത്തിലും നമുക്ക് പറഞ്ഞു തന്നത് അതുപോലെ ഒരു പ്രാർത്ഥനയാണ്. വിശ്വാസപൂർവ്വം നമുക്കിന്ന് ആദരവോടെ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിയുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരം ഇന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനേരം മൗനമായി കണ്ണുകളടച്ച് നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റിലും ഈ സമാധാനം വ്യാപിക്കട്ടെ. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലും, പ്രത്യേകിച്ചും രോഗികളായിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമാധാനം പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നാം സ്വീകരിച്ച ഈ സമാധാനം പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾ
ഞങ്ങൾക്കു ശാന്തി നൽകണമേ. പ്രിയപ്പെട്ടവരെ, ഇതാ യേശുനാഥൻ, ചെറുതാകലിൻ്റെ മഹത്വം നമ്മെ കാണിച്ചു തന്ന ദിവ്യനാഥൻ. ഈ സ്നേഹരാജൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നാം ഏവരും ഭാഗ്യമുള്ളവർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ ഏവരെ ഈ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. യെരൂശലേമിൻ മരുഭൂവീഥികൾ ആനന്ദഗീതങ്ങൾ പാടുന്നു. മണ്ണും വിണ്ണും നാഥനാമീശന് ഓശാന ഗീതങ്ങൾ പാടിയിടുന്നു. യെരൂശലേമിൻ മരുഭൂവീഥികൾ ആനന്ദഗീതങ്ങൾ പാടുന്നു. മണ്ണും വിണ്ണും നാഥനാമീശന് ഓശാന ഗീതങ്ങൾ പാടിയിടുന്നു. അവർ ആമോദരായി സ്തുതി പാടിടുന്നു. ഓശാന ഓശാന ദാവീദിൻ സുതൻ ഓശാന, ഓശാന ഓശാന രാജാധിരാജനിൻ ഓശാന, ഓശാന ഓശാന ദാവീദിൻ സുതൻ ഓശാന, ഓശാന ഓശാന രാജാധിരാജനിൻ ഓശാന. യെരൂശലേമിൻ മരുഭൂവീഥികൾ ആനന്ദഗീതങ്ങൾ പാടുന്നു. പിഞ്ചോമനകളും കുഞ്ഞിളം തന്നലും ആർത്തുപാടി സ്തുതിച്ചാമോദരായി. പിഞ്ചോമനകളും കുഞ്ഞിളം തന്നലും ആർത്തുപാടി സ്തുതിച്ചാമോദരായി. സംഗീതത്തോടവർ സങ്കീർത്തനങ്ങളോടെ ഓശാന പാടി യേശുവിനായി. സംഗീതത്തോടവർ സങ്കീർത്തനങ്ങളോടെ ഓശാന പാടി യേശുവിനായി. അവർ ഓശാന പാടി യേശുവിനായി. യെരൂശലേമിൻ മരുഭൂവീഥികൾ ആനന്ദഗീതങ്ങൾ പാടുന്നു.
മണ്ണും വിണ്ണും നാഥനാമീശന് ഓശാന ഗീതങ്ങൾ പാടിയിടുന്നു. മർത്തിനി നീയൊന്നോക്കുക നിന്നോടെ ജീവിത രീതിയും ദൂർത്തുകളും. മർത്തിനി നീയൊന്നോക്കുക നിന്നോടെ ജീവിത രീതിയും ദൂർത്തുകളും. താഴ്മ തൻ ജീവിതം കാണിച്ചു തന്ന നിൻ നാഥന് ഓശാന പാടിയിടുമ്പോൾ. താഴ്മ തൻ ജീവിതം കാണിച്ചു തന്ന നിൻ നാഥന് ഓശാന പാടിയിടുമ്പോൾ. നിൻ നാവിനാൽ അവനെ സ്തുതിച്ചിടുമ്പോൾ. യെരൂശലേമിൻ മരുഭൂവീഥികൾ ആനന്ദഗീതങ്ങൾ പാടുന്നു. മണ്ണും വിണ്ണും നാഥനാമീശന് ഓശാന ഗീതങ്ങൾ പാടിയിടുന്നു. അവർ ആമോദരായി സ്തുതി പാടിടുന്നു. ഓശാന ഓശാന ദാവീദിൻ സുതനോശാന. ഓശാന ഓശാന രാജാധിരാജനിന്നോശാന. ഓശാന ഓശാന ദാവീദിൻ സുതനോശാന. ഓശാന ഓശാന യെരൂശലേമിൻ മരുഭൂവീഥികൾ ആനന്ദഗീതങ്ങൾ പാടുന്നു. ചില്ലകളൊന്നായി വീശി പുഞ്ചിരി തൂകിപ്പാടുന്നു. വിഹാരം ഉത്തമിനും ഷാരോണിൻ താഴ്വാരം. ഓശ്ലേമിൻ തെരുവീഥികളിൽ ഉയരും കാഹള സംഗീതം. ഓശാന 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 ഓശാന. കുന്നും മലയും കാട്ടാറും മൃദുശയ്യവിരിക്കും പുൽമേടും മഞ്ഞും മഴയും പൂഞ്ചോലകളും പുഞ്ചിരി തൂകും പഞ്ചമിയും
അന്തിരമ്പര വീഥികളിൽ ചെറു കണ്ണുകൾ ചിമ്മും താരകളും ഉഷകാലത്തിരി വെട്ടം വിതറി തെളിവയിലേകും കതിരോനും അന്തിരമ്പര വീഥികളിൽ ചെറു കണ്ണുകൾ ചിമ്മും താരകളും ഉഷകാലത്തിരി വെട്ടം വിതറി തെളിവയിലേകും കതിരോനും പാടുന്നു ഓശാന ദാവീദിൻ സുരനോശാന. ഓശ്ലേമിൻ തെരുവീഥികളിൽ ഉയരും കാഹള സംഗീതം ഓശാന 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 ഓശാന. ഒലിവിൻ ചില്ലകളൊന്നായി വീശി പുഞ്ചിരി തൂകി പാടുന്നു നീഹാരം മുത്തമിടും ഷാരോണിൻ